വാർത്തയിലേക്ക്. UN അധീനതയിലുള്ള ഗസയിലെ 7ാമത്തെ സ്കൂളിലെ അഭയാർത്ഥി കേന്ദ്രവും ഇസ്രയേൽ ആക്രമിച്ചു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരികയാണ്. 85 പേർ ഇതിൽ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെ വൻ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്നു. ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള എയ്തുവിട്ട റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രയേൽ കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് വാർത്ത വരുമ്പോൾ PP ജെയിംസ് നമുക്കൊപ്പം വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് BP ജെയിംസ്. ജെയിംസ്, പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഈ പ്രത്യേകിച്ച് UN നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലാണല്ലോ ഈ ഇസ്രയേലിന്റെ ആക്രമണം. ഇതൊരു വല്ലാത്തൊരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് UN അധീനതയിൽ ഗസയിലുള്ളത് 10 സ്കൂളുകളാണ്. അതിൽ 7 സ്കൂളുകളും ഇന്നിപ്പോ ഈ മണിക്കൂറുകളിൽ 7ാമത്തെ സ്കൂളും ആക്രമിച്ചിരിക്കുന്നു. എന്തിനുള്ള ഭാവമെന്നറിയില്ല. അവിടെ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായിട്ട് കൊല്ലപ്പെടുന്നത്. പ്രത്യേകിച്ച് വടക്കൻ റഫയിൽ, ഖാൻ യൂനിസിൽ, അതുപോലെ തന്നെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലടക്കം വലിയ ആക്രമണം നടത്തി. ഈ 24 മണിക്കൂറിനുള്ളിൽ 85 പേർ കൊല്ലപ്പെട്ടതിന്റെ വാർത്തയാണ്, സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഇതിനിടയിൽ ഇസ്രായേലിലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. ബന്ദികളെ 9 മാസം കഴിഞ്ഞിട്ടും പകുതിയോളം ബന്ദികളെ ഇനിയും മോചിപ്പിക്കാനായിട്ടില്ല. അവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യാതൊരു തരത്തിലും കാര്യങ്ങൾ നീക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരൂ, ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെബനിൽ നിന്ന് ഹെസ്ബുള്ളയും ഇസ്രായേലി യുദ്ധവിമാനങ്ങളും തമ്മിൽ ഒരു വലിയ പോരാട്ടം തന്നെ നടക്കുകയാണ്. ലെബനൻ താഴ്വരകളിൽ ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷിക്കുന്നു. ഈ മണിക്കൂറുകളിലും നിരവധി റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത് ഹെസ്ബുള്ള. അവർ തൊടുത്തുവിട്ടത് ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തേക്കാണ്. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മരണസംഖ്യ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇവരുടെ ഹെസ്ബുള്ളയുടെ നേതാവ് നസ്രള്ള പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനവും വന്നിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിമാർക്ക് എന്ന് പറയുന്നത് പാലസ്തീന്റെ UN അംബാസിഡർ മസൂർ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം വളരെ ശക്തമായ ഇതിലാണ്, ചരിത്രത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള വംശഹത്യ ഗസയിൽ നടന്നതാണ്. ഒരുപക്ഷെ ജപ്പാനിലെ ജർമ്മനിയൊക്കെ 2ാം ലോക മഹായുദ്ധത്തിൽ നടക്കുന്ന കാലത്ത് ഹോളോകോസ്റ്റ് നടന്നിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഡോക്യുമെന്റേഷൻ ചരിത്രത്തിൽ നടക്കുന്ന ഒരു വംശഹത്യ ഗസയിലേതാണ് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിനിടെ ഹമാസിനെതിരെ UN ബന്ധപ്പെട്ട മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ഇസ്രായേൽ ചെയ്ത പാതകത്തിന് അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഹമാസ് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കയറി സാധാരണക്കാരായ 1200ഓളം പേരെ കൊലപ്പെടുത്തിയതും 250 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചതും ലൈംഗിക പീഡനത്തിന് വരെ ഇരയാക്കിയതും മനുഷ്യത്വത്തിനെതിരെയുള്ള വലിയ ആക്രമണമാണ് എന്ന് ഹമാസിനെതിരെ ഇപ്പോൾ UN മനുഷ്യാവകാശ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഹമാസ് അത് എതിർത്തിട്ടുണ്ട്. ഇസ്രായേലിനെ എതിർക്കാതെ ഹമാസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇസ്രായേലിനെതിരെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ യോവാവ് ഗാലന്റിനെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം അപ്പുറത്തെ ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ലോക കോടതി തന്നെ ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഇതൊന്നും നടപ്പിലായില്ല. SKN.